ബത്തേരി കിച്ചണിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് 2-3 ദിവസം മുമ്പ് എടുത്ത വീഡിയോയാണ്. മുത്തങ്ങയിൽ ആനയൂട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ടോട്ടോ ആനയൂട്ട് കാണാൻ വേണ്ടി പോകുന്നത്. ആനയൂട്ട് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് പാസും പൈസയൊന്നും വേണ്ട. പിന്നെ ഇവിടെ ചേട്ടായുടെ 2-3 കൂട്ടുകാരുണ്ടായിരുന്നു കേട്ടോ. ഒരാൾ കുഞ്ഞിപ്പെണ്ണിന് മുട്ടായി വാങ്ങി കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോകുവാണ്. ചേട്ടായി, ഇതെല്ലാം എന്നാ കായാവും? ഇത് പൂവാവുന്നതാ ഈ കാ? പൂവാവുന്ന കായ? ഇതെല്ലാം ആനയൂട്ട് കാണാൻ വന്നാണോ? അത് അല്ലാതെ ഇവിടൊക്കെ കാടിൻ്റെ ഉള്ളിൽ കൂടെ കാണാൻ വന്നവരുമായിരിക്കും. കുറേ വിദേശികളൊക്കെ ഉണ്ടല്ലേ. നല്ല തണുപ്പാണ് അതിൻ്റെ ഉള്ളിൽ, ആ പുല്ലിട്ട് വെച്ചേക്കുന്നില്ല. നല്ല തണുപ്പല്ലേ ഇവിടെ. ഒരു കുഞ്ഞി കൊച്ച് ഇതുണ്ടോ? അത് ഇങ്ങോട്ട് വരുന്നു, അത് നോക്കുന്നൊക്കെ. രസമല്ലേ, നല്ല കാറ്റ്, നല്ല കാഴ്ച. ഇവിടെ ആന വരുന്നത് രാത്രിയാകുമ്പോൾ. പിള്ളേരെ കാണുമ്പോളേ, കുഞ്ഞു മക്കളെ കാണുമ്പോൾ എടുക്കാൻ തോന്നും. വല്ലോൻ്റെ പിള്ളേരുടെ ഒരു തരുമല്ലോ. എന്നത്? ആനയുണ്ടോ അവിടെ ചേട്ടായി? ആന? ആ അല്ല, ഇതിവിടെ മാനുണ്ട് കുറേ. ഇവിടെ മാനുണ്ട്, ഇതാണ്ട് ഇതാ നിൽക്കുന്നത്. ഇവിടെ എല്ലാം മാനുണ്ട്. ആ ആനയും മാനിനെയും ഒക്കെ കണ്ടിട്ട് എല്ലാവരും കൂടെ നോക്കുക. ബൈനോക്കുലറിലൂടെ നോക്കണം. ഒരു ബൈനോക്കുലർ കൊണ്ട് നോക്കുക. చెట్లు కింద ఉన్నాయి. ఇది ఈ చెట్టు కింద ఉంది నాన్న. ఇక్కడ నా దగ్గర ఎర్రగా ఉంది. అది కదా కదా పెద్ద కొమ్ములు ఉన్నాయి. అనిపిస్తుంది నాన్న. ఇదిగో సందు కట్టేసినట్టున్నారు వాటిని, లేక అంతసేపు ఒకే చోట ఉండవు. ఇదిగో పడుకుంది నాన్న. ఇంకోటి కొమ్ములు కదిలాడుతున్నాయి చూడు, ఇక్కడ ఎదురుగా. చాలా ఉన్నాయి కింద పడుకొని కదిలాడుతున్నాయి. ఆ కొమ్ములు దాని దగ్గర ఇంకోటి ఉంది. വലിയ കൊമ്പുള്ളതല്ലേ? పిల్లలు ఉన్నాయి. ആൾക്കാർ കൂടി വരുന്നുണ്ട് ആനയും മാന്യം കണ്ടപ്പോഴത്തേക്ക്. ഇവിടെ വേലിയുണ്ട്, അതിനപ്പുറത്തേക്ക് പോകത്തില്ല. കുരങ്ങൻ കയറിപ്പോയി. പാല് കൊടുക്കും, പാല് കൊടുക്കും. ഉമ്മയൊക്കെ കൊടുക്കുന്നു. കുഞ്ഞുണ്ണി മാറ്.
ഒരു അമ്മക്കുരങ്ങനും കുഞ്ഞിക്കുരങ്ങനും കൂടെ ഇവിടെ ഇരിപ്പുണ്ട്. എന്തൊരു സ്നേഹമാണെന്നറിയോ, കൊച്ചിടയ്ക്കിടയ്ക്ക് പാല് കുടിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എടുത്ത് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. മനുഷ്യരിലായാലും മൃഗങ്ങളിലായാലും അപൂർവം ചില ആൾക്കാർ മാത്രമേ ഉള്ളൂ മക്കളോട് സ്നേഹമില്ലാത്തത് അല്ലേ. കാടിൻ്റെ ഉള്ളിലെ ആൾക്കാരെ കൊണ്ട് കാണിച്ചിട്ട് വന്ന വണ്ടി കേട്ടോ, പോയിട്ട് തിരിച്ച് വന്ന വണ്ടി. അടുത്ത ട്രിപ്പ് ആൾക്കാർ വണ്ടിയെ കയറാൻ വേണ്ടി പോകുക. ഇവിടെ കുറച്ച് ആൾക്കാർ ചായ കുടിക്കുന്നുണ്ട്. അടുത്ത ട്രിപ്പ് വണ്ടിയും വന്നു. ഒരു കുഞ്ഞു കുരങ്ങൻ വരുന്നുണ്ട്. അതാ പഴയ കോട്ടേഴ്സ് ആയിരുന്നു അല്ലേ? ഒന്ന് പെയിന്റ് അടിച്ചല്ലേ ഉള്ളൂ, ഷീറ്റ് ഇട്ടോ. ആ ഇതായിരുന്നു പഴയത്. ഇതിനകത്ത് ഇപ്പം ഉപയോഗിക്കുന്നില്ല. ഇവിടെ ഇപ്പോൾ പൂട്ടിയിട്ടേക്കുക, കാടൊക്കെ പിടിച്ചു. ഇതിൻ്റെ പെയിൻ്റൊക്കെ രസകരമല്ലേ. ഫോറസ്റ്റ് ക്വാർട്ടേഴ്സ്. ആനയൂട്ട് നടക്കുന്ന സ്ഥലത്തേക്ക് പോവുക. നടക്കാനുണ്ട്. കുറേ ആൾക്കാർ മുമ്പിൽ പോയി, കുറേ ആൾക്കാർ പുറകെ വരുന്നുണ്ട്. ചേട്ടായി തിങ്കളാഴ്ച മുതൽ ജോലിക്ക് പോകാൻ വേണ്ടിയിട്ടായിരിക്കുന്നേ. വണ്ടിയൊക്കെ ഓടിക്കാൻ തുടങ്ങിയല്ലോ, അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ പോയി വീഡിയോ എടുക്കാമെന്നൊക്കെ വിചാരിച്ചായിരുന്നേ. പക്ഷേ എല്ലാ സ്ഥലങ്ങളിലൊന്നും പോകാനൊന്നും പറ്റിയില്ല. ഇപ്രാവശ്യം മഴയൊക്കെ പെട്ടെന്ന് പെയ്തില്ലേ, ഉച്ചകഴിഞ്ഞ് മിക്കവാറും മഴയൊക്കെ ആയതുകൊണ്ട് വിചാരിച്ച സ്ഥലങ്ങളിലൊന്നും പോകാൻ പറ്റിയില്ല കേട്ടോ. ആനയൂട്ട് കാണാൻ വേണ്ടി വന്നിരിക്കുന്ന ആൾക്കാരാണ് കേട്ടോ. 4:30 ആകുമ്പോഴാണ് തുടങ്ങുന്നത്. എല്ലാവരും ഇനി എത്തിയില്ല. പിന്നെ രാവിലെ 9:30-ക്കുണ്ട്, അത് കഴിഞ്ഞാൽ പിന്നെ 4:30-ക്കാണ്. ഒരാൾ മുട്ടയെ വലിഞ്ഞു പോകുന്ന ആനയെ കാണാൻ എഴുന്നേറ്റ് വന്നു. ഇതാ അവിടെ ആന. വലിയ കോടിക്കണക്കിന് കാര്യങ്ങളാണ് ഒരു ചെയ്യുക. ഒരു കടുവ കിടന്നിട്ടുണ്ട്. ഒരു പുലി, പുള്ളിപ്പുലി അല്ലേ ഏട്ടേ, മരത്തെ കിടപ്പുണ്ട്.
അങ്ങത് അവിടെ ഒരെണ്ണം നിൽക്കുന്നു. ഇത് ഇവിടെ 2 ഉണ്ട്. നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് കൂടെ കൊണ്ടുവരുന്നു. ചേട്ടേ അതെന്നാ ചേട്ടേ, നിങ്ങൾ എന്നെ ഉദ്ദേശിച്ച കായ ഉണ്ടാക്കുന്ന ഒരു ചെടി ഉണ്ട്. കായോ? അതൊന്നും അല്ലിത്. ഇത് ഞാവലാന്ന് പറഞ്ഞേ? അല്ലല്ലേ. സഞ്ചാരികളെ ഇങ്ങോട്ട് കൂടുതലായിട്ട് ആകർഷിക്കാൻ വേണ്ടി ചെയ്യുന്നൊരു പരിപാടി കേട്ടോ, ആനയോട്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഞാൻ അടുത്ത വീഡിയോയിലിടാം, അല്ലെങ്കിൽ ഭയങ്കര ലോങ് വീഡിയോ ആയി പോവുകയെ. വീഡിയോ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന എല്ലാവർക്കും ഒത്തിരി താങ്ക്സ് ഉണ്ട് കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറന്നു പോകരുതേ. നാളെ പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഇത് മൊത്തം മരത്തിൽ തീർത്തൊരു ബിൽഡിംഗ് ആണ്.